ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു ലഞ്ച് റെസിപ്പീസ് ആയിട്ട് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം. ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 2 വിസിലായി കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ 2 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ചെറിയ ഉള്ളിയും ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. സാമ്പാർ പൊടിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വീട്ടിൽ പൊടിച്ച് സാമ്പാർ പൊടി കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 തക്കാളി കേട്ടോ. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വരണം കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ പരിപ്പ് വെന്ത് നോക്കാം കേട്ടോ. നമ്മൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മത്തങ്ങ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം മത്തങ്ങ ചേർത്തിട്ട് മത്തങ്ങയും പരിപ്പ് കൂടിയിട്ട് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ പുളിവെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്ന ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലൊക്കെ ഒഴിച്ചെടുക്കുക. കുക്കറിലൊക്കെ ആയാലും കുഴപ്പമില്ല. ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഇതിൽ വേറെ പനിയൊന്നുമില്ല. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. ടേസ്റ്റിനൊക്കെ ഉപ്പോ എരിവോ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. സാമ്പാർ പൊടി ആയാലും ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കുക. ഇനി ഇതിലേക്ക് കാച്ചി വയ്ക്കുക. ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കടുകും പിന്നെ ചുവന്ന മുളകും കറിവേപ്പിലയും കുറച്ച് കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ലാസ്റ്റ് കായത്തിൻ്റെ പൊടി ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് വെച്ചെടുക്കാം. നാടൻ കറിയിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതേപോലത്തെ നമുക്ക് മടുപ്പില്ലാതെ കഴിക്കാൻ തോന്നും കേട്ടോ. നമ്മൾ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കുക. ഇനി നമുക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കണ്ടേ. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം കേട്ടോ. സമയത്ത് നോക്കുക. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ.
ഇനി നമ്മൾ ഉപ്പേരിക്ക് ഉണ്ടാക്കാൻ പോണേ ചേന കേട്ടോ. ചേന ഉപ്പേരിയാണ്. അവനക്ക് ഭയങ്കര ഇഷ്ടട്ടോ ചേനപ്പേര്. ചേനപ്പേര് സാമ്പാറും പപ്പടം കൊണ്ടിട്ട് അവനക്ക് ഇഷ്ടം. പപ്പടം പിന്നെ സാമ്പാറും ചേനപ്പേരും പിന്നെ അവൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. നമുക്ക് ചേന ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അത് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഇതൊക്കെ മാറ്റിയ ശേഷം നമുക്ക് ഒരു പാനിന് നന്നായിട്ട് കടുകെടുക്കുക. കടുകെടുത്ത ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. കണ്ട ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുക. കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടെടുക്കുക. ഒരു 4-5 മിനിറ്റ് ആയാൽ മതി കേട്ടോ. ഇത് വെന്ത് കിട്ടേ. കണ്ട കുറച്ച് വെള്ളം മതി. ഒരു ഗ്ലാസ്സിൻ്റെ കാട്ട് കുറച്ച് കുറവ് വെള്ളം കേട്ടോ. ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഉപ്പ് ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ വേവിച്ചിട്ടെടുക്കുക. കണ്ട ഇത്ര ഉള്ള കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേവിക്കാൻ വയ്ക്കുക. നമ്മൾ സിമ്പിൾ ഫുഡ് കേട്ടോ തന്നെ. വെന്ത ശേഷം നമുക്ക് ഒരു പാനിലേക്ക് എടുക്കുക, ഒരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം പാൻ വയ്ക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിയെടുക്കുക. കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് എടുക്കുക. ഇനി നമുക്ക് ഈ സമയത്ത് എരിവിന് വേണ്ടിയിട്ട് ചതച്ച മുളകാണ് ഇട്ടെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പിന്നെ കുറച്ചുകൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്രയ്ക്ക് എരിവൊന്നുമില്ല. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതായത് നമ്മൾ വേവിച്ച ചേന നമുക്ക് ഇതിലേക്ക് ഇട്ടിയെടുക്കുക. ഇട്ടിയെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത ശേഷം 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇത്രയല്ല കേട്ടോ ഞങ്ങൾ ലഞ്ചിന്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കണ്ട ചോറും ചേന ഉപ്പേരിയും അച്ചാറും പപ്പടം ഇത്രയല്ല കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.